ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കായൽ മീനിൻ്റെ കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് തോരൻ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ. എനിക്ക് സത്യത്തിൽ ഈ മീനിൻ്റെ പേരറിയത്തില്ല, കായൽ മീനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം അരമുറി തേങ്ങ ഒന്ന് ചിരകി എടുക്കുന്നുണ്ട് ഈ തോരന് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് 2 വലിയ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയും ഒഴിച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഇടാൻ പോകുന്നത് സവോളയാണ്. സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിലുപരി നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ശേഷം ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 പച്ചമുളക് ഇട്ടേക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനുള്ളതല്ലേ. ശേഷം നമ്മുടെ മീൻ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മീൻ മുട്ടയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഫുള്ളായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങയും ഇട്ട് നന്നായിട്ട് അടിക്കൊന്നും പിടിക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.